ഇതിപ്പോ തള്ള വിരൽ വെച്ച് ബാക്കി എല്ലാ വിരലും ഉണ്ടല്ലോടാ. തന്തര വിരലുണ്ടപ്പോഴെങ്ങനെ തള്ളര വിരലൂടെ കൊള്ളണം. എടാ ഞാൻ ഉദ്ദേശിച്ചത് വിരല്, തള്ള വിരല് വിരല്. പിന്നെ എല്ലാ വിരലും പതുക്കിയത് ആധാർ കാർഡ് പുതുക്കിയതല്ല. ഇപ്പൊ ആധാർ കാർഡ് അടികിട്ടാൻ മാത്രമല്ല കാരണോ? എന്നാലും നീ ആ മനുഷ്യനെ കണ്ടിട്ട് മിണ്ടാതെ പോയത് വലിയ പാവമായി പോയി കേട്ടാ. ഈ വർഷങ്ങളായിട്ട് കാരണവരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കീഴൊക്കെ അതൊന്നും മുറക്കി നടന്നോളൂ. നീ ഇത്ര സിമ്പിളായിട്ടൊന്നും പറയല്ലേ. ഒന്നിലും നിന്റെ അച്ഛനല്ലേ. നിന്റെ അപ്പനെ പോലെയല്ല എൻ്റെ അപ്പൻ. അനി എന്റെ അപ്പനല്ലല്ല നിന്റെ അപ്പൻ. ഇരുമരി തേങ്ങ വർത്താനം പറയില്ല. എടാ എന്റെ അച്ഛനും ഞാനും വേറെ വൈബാണ്. ആ നിങ്ങൾ അതേപോലെ ആവണമെന്നല്ല. അറ്റ്ലീസ്റ്റ് കണ്ടാ ചിരിച്ചുകൂടി. എന്താ അങ്ങേർക്ക് തിരിച്ചുകൂടി? എടാ അങ്ങനെ നിന്റെ തന്തയാണ്. അല്ല നീ അങ്ങനത്തെ മോയല്ല. നീയല്ല അയാളുടെ തന്ത. ആ അതുപോട്ടെ, എത്ര കൊല്ലമായിക്കാണ് നീ അദ്ദേഹത്തെ അച്ഛാന്ന് വിളിച്ചിട്ട്? അദ്ദേഹോ പറയടേ. ഈ തിന്നണേനും കുടിക്കണേ എന്ന് കണക്ക് പറഞ്ഞു തുടങ്ങിയോ അന്ന് ഞാൻ നിർത്തിയാണ്. അതിന് അങ്ങനെ കുറ്റം പറയാൻ പറ്റൂല. നീ വർഷം പറയടേ. ഒരു 7 കൊല്ലമായി കാണും. കൊള്ളാം. എടാ അങ്ങനെ ഉള്ളതുകൊണ്ട് നീ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. എടാ കുറ്റം പറഞ്ഞാൽ അങ്ങനെ നിനക്ക് തിന്നാൻ തരണില്ലേ? ആര് തരണത്? ഞാൻ കോരി തിന്നണത്. എടാ ഉളുപ്പില്ലാത്തവനെ. എടാ 10-8 വയസ്സായി നിനക്ക് കോരി തിന്നാനാണെങ്കിൽ അങ്ങനെ കഷ്ടപ്പെടണില്ലേ? എടാ അതിന്റെ നന്ദി വേണോടാ, നന്ദി. ഓ നന്ദി. നിന്റെ ഒരുപാടുണ്ടെ നീ കൊണ്ടേ കാണിക്കും. എടാ ഞാനായിരുന്നു കാണിക്കും. അത്രക്ക് വിഷമമുണ്ട് അങ്ങനെ കണ്ടപ്പോ. ഇവ എന്തോന്നടേ അങ്ങേര് അദ്ദേഹം മനുഷ്യൻ എന്തൊരു വെറുപ്പേരുടെ നീ. എടാ നിനക്ക് ഇപ്പൊ ഇതൊക്കെ വെറുപ്പേരായിട്ട് തോന്നുന്നു. ഇതൊക്കെ പെട്ടെന്ന് നിന്നാലുണ്ടല്ലോ അപ്പോഴെന്റെ വില അറിയും. ഡേയ് എടാ ഞാൻ നിന്റെ അച്ഛൻ്റെ മൊത്തം വിഷമം കണ്ടുകൊണ്ടാണ് പറയണത്. നീ ഇതൊന്നും ശരിയല്ല. നീ അവരെ സ്നേഹിക്കണം. അളി അത് എടാ നിനക്ക് സ്നേഹമില്ലെന്നല്ല, അത് പ്രകടിപ്പിക്കണം. എടാ അവർ ജീവിച്ചിരിക്കുമ്പോഴേ നമുക്കവരെ സ്നേഹിക്കാൻ പറ്റും. എടാ അത് ശരിയാണ്, ഞാൻ ശ്രമിക്കാം. അല്ല അവൻ പറഞ്ഞാല് കാര്യമായിട്ട്. അങ്ങനെ പറഞ്ഞു വിട്. അല്ല അതിന് ഇത്ര അടികിട്ടി എന്തിനാണ്? എടാ ഞാൻ ഈ കുരങ്ങന്റെ മോന്റെ വാക്കും കേട്ട് ഞാൻ എന്റെ അച്ഛനമ്മയെ സ്നേഹിക്കാൻ പോയി. അവര് വിചാരിച്ച് ഞാൻ ഏതോ കൂടി ആയിട്ട് അടിച്ചിട്ടിരിക്കണം. അതും പറഞ്ഞ് അവരെന്നെ എടുത്തിട്ട് ഇടിച്ചു. ആ ഈ കിഴങ്ങന്റെ വാക്ക് നീ അല്ലാതെ വേറെ ആരും കേക്കൂ. എന്റെ വാക്കിന് എന്താ കുഴപ്പം? അതിന്റെ പേരിൽ അടിക്കണ്ടോ? അടിക്കണ്ടെന്നാ നമ്മളുടെ എവിടെ നിന്ന് വന്നാണ് അവൻ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ എന്തിനു പോയെന്നാ പറഞ്ഞത്? എന്റെ അപ്പ ആശുപത്രി കിടന്നു. എടാ പോയാലടാ ഇരിക്കണ അവിടെ. അപ്പൂപ്പന്റെ കിണ്ടി ഇന്നലെ കൊടുത്തൊരു കേക്കിന്റെ വലിപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അടിയുണ്ടാക്കിയവൻ. നീ എന്തിന്റെ അതൊക്കെ ഇവിടെ പറയണം? നീ പറടാ. അതിന്റെ പേരിൽ സ്വന്തം തന്തയെ തലക്കടിച്ച് ആശുപത്രിയിലാക്കിയവൻ അങ്ങേരാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തില്. തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത് പെട്ടാൽ പെടും അത് ഇവനൊക്കെ ഭൂമിക്കേ ഭാരമാണ്. ഇനിയിപ്പോ കുഴിക്ക് വലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞ് പെണു. എന്തായാലും ഇവനെ കടലം എടുത്തോ നോക്കുവോ?